ആകാശ നിരീക്ഷണം അദ്ദേഹം നടത്തുകയുണ്ടായി. ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നീ പ്രദേശങ്ങൾ അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഇരുന്ന് കണ്ടു. അവിടെ തകർന്നു കിടക്കുന്ന പ്രദേശങ്ങൾ അദ്ദേഹം കണ്ടു. അതിനുശേഷമാണ് കൽപ്പറ്റയിലെത്തിയത്. കൽപ്പറ്റയിൽ നിന്ന് നേരെ തന്നെ വിശ്രമിക്കാതെ തന്നെ നേരെ തന്നെ അദ്ദേഹം ചൂരൽമല ഭാഗത്തേക്ക് തിരിക്കുകയായിരുന്നു. റോഡ് മാർഗമാണ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഗവർണറും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഉദ്യോഗസ്ഥ സംഘം തുടങ്ങിയവർ ചൂരൽമലയിലേക്ക് തിരിച്ചിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ചൂരൽമലയിൽ എത്തും. 23 കിലോമീറ്റർ ദൂരമാണ് കൽപ്പറ്റയിൽ നിന്ന് ചൂരൽമലയിലേക്ക് ഉള്ളത്. ആ ദൂരം ഏതാണ്ട് അദ്ദേഹം എത്തിച്ചേരാൻ സമയമായി കഴിഞ്ഞു. അതിനുശേഷം അവിടുത്തെ സന്ദർശനത്തിന് ശേഷമായിരിക്കും തിരികെ എത്തുന്ന വഴിയിൽ മേപ്പാടിയിൽ ക്യാമ്പിലും അതുപോലെ ആശുപത്രിയിലും സന്ദർശനം നടത്തുക. അതിൽ ആശുപത്രിയുടെ കാര്യത്തിൽ 4 പേരെ കാണും എന്നതിൽ സ്ഥിരീകരണം വന്നു കഴിഞ്ഞു. അവലോകന യോഗത്തിന് ശേഷം എന്തെങ്കിലും പുതിയ കാര്യങ്ങളുടെ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നും ഉറ്റുനോക്കുന്നുണ്ട്. 2000 കോടിയുടെ പാക്കേജ് ഇതിനകം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഒപ്പം L3 വിഭാഗത്തിൽ ഈ ദുരന്തത്തെ ഉൾപ്പെടുത്തുമോ എന്നുള്ള കാര്യവും പ്രധാനമായും കേരളം കാത്തിരിക്കുന്നതാണ്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിൽ ചില തടസ്സങ്ങളുണ്ട്. അതിനുള്ള മാനദണ്ഡങ്ങൾ ഇല്ല എങ്കിലും അതിന് സമാനമായ രീതിയിൽ അതിതീവ്ര ദുരന്തം എന്ന രീതിയിലോ L3 ദുരന്തം എന്ന രീതിയിലോ ഉള്ള പ്രഖ്യാപനങ്ങൾ നടത്തി പ്രത്യേക പാക്കേജ് അത് അനുവദിക്കുന്നതിന് തടസ്സമില്ല. കേന്ദ്ര സർക്കാർ ദുരിതമനുഭവിക്കുന്ന സംസ്ഥാനങ്ങൾക്ക്, ഇത്തരം ദുരന്തങ്ങൾ നേരിടുന്ന സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ കേന്ദ്ര ബജറ്റിൽ അടുത്തിടെ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിലും 3 സംസ്ഥാനങ്ങൾക്ക് ഇങ്ങനെ ഒരു പാക്കേജ് അനുവദിച്ചതാണ്. സമാനമായ രീതിയിലുള്ള ഒരു പാക്കേജാണ് കേരളം മുന്നിൽ കാണുന്നത്. അതിനാണ് 2000 കോടിയുടെ നഷ്ടം ഇതിനകം തന്നെ വിലയിരുത്തി നൽകിയിട്ടുള്ളത്. കേന്ദ്ര സംഘത്തിന്റെ ഇന്നലത്തെ സന്ദർശനവും ഇതിന് മുന്നോടിയായി ഒന്നുള്ളതാണ്. കേന്ദ്ര സംഘം ആഴത്തിൽ തന്നെയുള്ള ഒരു പഠനം നടത്തിയതായാണ് മന്ത്രിസഭാ ഉപസമിതി ഇന്നലെ പറഞ്ഞത്. അത് ഗൗരവമുള്ള ഒരു പഠനം തന്നെയായിരുന്നു. അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് കാര്യങ്ങൾ എത്രമാത്രം ദുരിതമാണ് ഉണ്ടായിരിക്കുന്നത്, എത്ര വലിയ ദുരന്തമാണ് മുണ്ടക്കൈയിലും ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തുമൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം കേന്ദ്ര സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മന്ത്രിസഭാ ഉപസമിതിയും ഇന്നലെ വിലയിരുത്തിയത്. ഇക്കാര്യം ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ തെളിവുകൾ നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് മുൻപുള്ള മുണ്ടക്കൈയും പുഞ്ചിരിമട്ടവും എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം കേന്ദ്ര സംഘത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പഴയ ഇമേജുകൾ അവർക്ക് മുന്നിൽ തെളിവുകളായി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ മന്ത്രിസഭാ ഉപസമിതി വ്യക്തമാക്കിയതാണ്. അങ്ങനെ കേന്ദ്ര സംഘത്തെ ബോധ്യപ്പെടുത്തിയ കാര്യം പ്രധാനമന്ത്രിക്കും ബോധ്യമാകും. നേരിട്ട് പ്രധാനമന്ത്രി എത്തുന്നതോടെ ഇക്കാര്യം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ. അങ്ങനെ അല്പസമയത്തിനുള്ളിൽ ചൂരൽമലയിൽ ദുരന്ത മേഖലകൾ നേരിട്ട് കണ്ടതിന് ശേഷം പ്രധാനമന്ത്രി അവലോകന യോഗത്തിലും പങ്കെടുക്കും. ഇപ്പോൾ ഡാൻ കുര്യൻ കൂടി ചേരുകയാണ്. ഡാൻ, എന്തൊക്കെയാണ് പുതുതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? മഞ്ജുഷ, ഈ സമയക്രമത്തിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ മുൻ നിശ്ചയിച്ച പ്രകാരം 1:30 മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ, ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ പ്രധാനമന്ത്രി എത്തിച്ചേരുന്ന തരത്തിലായിരുന്നു SPG ഈ ചാർട്ട് തയ്യാറാക്കിയിരുന്നത്. പക്ഷേ അല്പം കൂടി സമയം വൈകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദുരിതാശ്വാസ ക്യാമ്പിൽ അദ്ദേഹം ഇനി സന്ദർശനം നടത്തുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതക്കുറവുണ്ട്. കാരണം 3:55 കണ്ണൂർ വിമാനത്താവളത്തിൽ ഈ അവലോകന യോഗത്തിലൊക്കെ പങ്കെടുത്തതിന് ശേഷം പ്രധാനമന്ത്രിക്ക് മടങ്ങേണ്ടത്. ആ സമയക്രമം കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടുതൽ സമയമെടുത്ത് ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കാനായി അദ്ദേഹം പോകുമോ എന്ന കാര്യം കാത്തിരുന്ന് തന്നെ കാണണം. നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ചൂരൽമലയിൽ ഈ ദുരന്തമുണ്ടായ സ്ഥലങ്ങൾ നേരിട്ട് തന്നെ അദ്ദേഹം, അതായത് ഇന്നലെ കേന്ദ്ര സംഘം എത്തിയ സ്ഥലങ്ങളിൽ കൃത്യമായി പ്രധാനമന്ത്രിയും എത്തും. അവർ പുഞ്ചിരിമട്ടത്തേക്ക് കയറിപ്പോയിരുന്നില്ല. ചൂരൽമലയ്ക്കും മുണ്ടക്കൈക്കും ഇടയിൽ സെന്റിനൽ റോക്സിന് സമീപത്ത് വരെയായിരുന്നു എത്തിയത്. അവിടെ നിന്ന് മുണ്ടക്കൈയിലേക്ക് തിരിയുന്ന വഴിയിൽ മസ്ജിദിനടുത്ത് വരെ എത്തി ഈ കാര്യങ്ങൾ നേരിൽ കണ്ട് നിരീക്ഷിച്ചതിന് ശേഷമായിരുന്നു ഈ കേന്ദ്ര സംഘം തിരികെ അവലോകന യോഗത്തിൽ പങ്കെടുക്കാൻ ഇന്നലെ കളക്ടറേറ്റിൽ എത്തിയത്. സ്വാഭാവികമായി പ്രധാനമന്ത്രിയും ആ ഭാഗങ്ങളിൽ വരെയാണ്, പരമാവധി എത്തിയാൽ മുണ്ടക്കൈ മസ്ജിദിന് സമീപത്തേക്ക് വരെയായിരിക്കും പ്രത്യേക വാഹനങ്ങളിൽ എത്തുക. അതിനുശേഷം തിരികെ ഈ ബെയിലി ബ്രിഡ്ജ് വഴി തിരികെ മേപ്പാടി ജംഗ്ഷനിൽ നിന്ന് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ വിംസ് ആശുപത്രിക്ക് സമീപത്തേക്ക് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് എത്തും. അവിടെയായിരിക്കും 25 പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്ന വാർഡിൽ അദ്ദേഹം സന്ദർശനം നടത്തുക. പിന്നീട് 4 പേരുമായി, അത്ഭുതകരമായി അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട 4 പേരുമായി അദ്ദേഹം നേരിൽ കണ്ട് കൂടിക്കാഴ്ച നടത്തും. അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയും. അതിൽ ഒഡീഷ സ്വദേശിനിയുമുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതിനുശേഷമായിരിക്കും ദുരിതാശ്വാസ ക്യാമ്പിൽ പോകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുക. പിന്നീട് അദ്ദേഹം അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കളക്ടറേറ്റിലേക്ക് മടങ്ങും. കളക്ടറേറ്റിൽ വെച്ചായിരിക്കും മുഖ്യമന്ത്രിയും ഗവർണറും
സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ ഉപസമിതി അംഗങ്ങളും അതോടൊപ്പം റവന്യൂ വകുപ്പിലെയും സംസ്ഥാന പോലീസിലെയും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിലെയും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുക. അവിടെ വെച്ച് ഈ ദുരന്തത്തിന്റെ ഔദ്യോഗികമായ വിവരങ്ങൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ കണക്കുകൾ സംബന്ധിച്ച് എത്ര കോടി രൂപയുടെ നാശനഷ്ടമാണ് ഇതിനോടകം തിട്ടപ്പെടുത്താൻ കഴിഞ്ഞത് എന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും. അവിടെ വെച്ച് കേരളത്തിന് വേണ്ടി, വയനാടിന് വേണ്ടി ഒരു സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കാൻ അദ്ദേഹം തയ്യാറാകുമോ എന്നതാണ് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യം. സംസ്ഥാനം ഇതിനോടകം ആവശ്യപ്പെട്ട് കഴിഞ്ഞ 2000 കോടിയിലധികം രൂപയുടെ ഒരു പാക്കേജ് ഇതിനെ ഒരു അതിതീവ്ര ദുരന്തമായി കണ്ടുകൊണ്ട് പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായാൽ അത് ഈ ജനതയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതിന് സമാനമായ ഒരു കാര്യമായി മാറും. അദ്ദേഹത്തിന്റെ വരവ് തന്നെ വയനാട്ടിലെ ജനതയ്ക്ക് വലിയൊരു ആശ്വാസമായി മാറിയിരിക്കുകയാണ്. ആ ആശ്വാസം ഇരട്ടിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ഇങ്ങനെയൊരു സ്പെഷ്യൽ പാക്കേജ് വയനാടിന് വേണ്ടി, ഈ ദുരന്ത ഭൂമിക്ക് വേണ്ടി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായാൽ അത്തരമൊരു പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഇന്നത്തെ സന്ദർശനത്തിന് ശേഷം നടക്കുന്ന അവലോകന യോഗത്തിൽ ഉണ്ടാകുമോ എന്ന് ആകാംക്ഷയോടെ അറിയാനുള്ള കാത്തിരിപ്പിലാണ് വയനാടും കേരളവും. മന്ത്രി വൈകാതെ തന്നെ എത്തിയത് ഒരു അനുകൂല സൂചനയാണ് എന്ന് തന്നെയാണല്ലോ പൊതുവെയുള്ള വിലയിരുത്തൽ വരുന്നത്. പ്രധാനമന്ത്രിക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്. അതുകൊണ്ട് എന്തായാലും ഈ ആവശ്യപ്പെട്ടത് അത്രയും ഇല്ലെങ്കിൽ പോലും പുനരധിവാസത്തിന് സഹായകരമായ രീതിയിൽ തന്നെ ഒരു പ്രഖ്യാപനം, അതും വൈകാതെ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണോ ഇന്നും മന്ത്രിസഭാ ഉപസമിതിയിലെ അംഗങ്ങളുമായി സംസാരിച്ചപ്പോൾ അവർ പങ്കുവയ്ക്കുന്നത്? സ്വാഭാവികമായും അതിന് തന്നെയാണ് സാധ്യത. കാരണം പ്രധാനമന്ത്രി ഈ സന്ദർശനം 12 ദിവസത്തേക്ക് വൈകിപ്പിച്ചത് ഒരുപക്ഷെ ഇവിടുത്തെ രക്ഷാദൌത്യം ഒരു പരിധിവരെയെങ്കിലും പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം അദ്ദേഹം ഇവിടേക്ക് എത്തിയാൽ മതി എന്ന PMO ഓഫീസിന്റെ, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിന്റെ കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 2500-ലധികം ഉദ്യോഗസ്ഥരെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വിവിധ ഭാഗങ്ങളിൽ നിയോഗിക്കേണ്ടതായി വരും. സ്വാഭാവികമായി ഇപ്പോൾ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരടക്കം അതിന്റെ ഭാഗമാക്കാകേണ്ട സാഹചര്യമുണ്ടാകും. അത് രക്ഷാദൌത്യത്തെ ദുഷ്കരമായി ബാധിക്കുന്ന ഒരു സാധ്യത കണക്കിലെടുത്ത് തന്നെയാണ് 12 ദിവസത്തിനിപ്പുറം, ജൂലൈ 30-ന് പുലർച്ചെ ഉണ്ടായ ഈ ദുരന്തത്തിന് ശേഷം 12 ദിവസത്തിനിപ്പുറം അദ്ദേഹം ഈ ചൂരൽമലയിലേക്ക്, ദുരന്തബാധിത മേഖലയിലേക്ക് എത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ രക്ഷാദൌത്യം പരമാവധി പൂർത്തിയാക്കുക എന്നത് തന്നെയാണ്. സ്വാഭാവികമായി ഇനി നമുക്കതിനെ രക്ഷാദൌത്യം എന്ന് പറയാൻ കഴിയില്ല. ഈ മണ്ണിൽ പൊതിഞ്ഞു പോയ 133 പേർ എന്നിപ്പോഴും പറയപ്പെടുന്ന കാണാതായ ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് അതീവ ദുഷ്കരമായ സാഹചര്യത്തിൽ പുരോഗമിക്കുന്നത്. അതിനുവേണ്ടി തന്നെയായിരുന്നു ഇന്നലെ ജനകീയ തിരച്ചിൽ നടത്തിയത്. നാളെ അത് രാവിലെ മുതൽ വീണ്ടും ആരംഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി അദ്ദേഹത്തെ നേരിൽ തന്നെ ബോധ്യപ്പെടുത്തും സംസ്ഥാന സർക്കാർ. അതോടൊപ്പം കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി പ്രതിപക്ഷ കക്ഷികളും ഇതേ ആവശ്യം തന്നെ അദ്ദേഹത്തിന്റെ മുമ്പിൽ ആവശ്യപ്പെടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തോടൊപ്പം ഈ കൽപ്പറ്റയിൽ ഉണ്ടായിരുന്നു. സ്വാഭാവികമായി കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി, അദ്ദേഹം നേരത്തെ തന്നെ നേരിൽ കണ്ട ഈ ദുരന്ത സാഹചര്യങ്ങൾ മനസ്സിലാക്കിയതാണ്, ക്യാമ്പിൽ കഴിയുന്നവരെ സന്ദർശിച്ചതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കേരളത്തെ മാറ്റി നിർത്താനാവില്ല. സമാനമായ ദുരന്തങ്ങൾ മറ്റ് ഉത്തരാഖണ്ഡിലടക്കം ഉണ്ടായപ്പോൾ കേന്ദ്ര സർക്കാർ അവിടെ എടുത്ത നിർണായകമായ ഇടപെടലുകൾ, അവർക്ക് വേണ്ടി പ്രഖ്യാപിച്ച സ്പെഷ്യൽ പാക്കേജുകൾ, അത് സ്വാഭാവികമായി കേരളത്തിനും നൽകേണ്ടത് കേന്ദ്ര സർക്കാരിന് മുമ്പിൽ ഒരു അനിവാര്യതയായി മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ അത്തരമൊരു പാക്കേജ് പ്രഖ്യാപിക്കുമ്പോൾ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനദണ്ഡം മുമ്പോട്ട് വെക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ എന്നതാണ് ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഉയരുന്നത്. സ്വാഭാവികമായി അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനദണ്ഡം മുമ്പോട്ട് വെക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഇവരുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ അത് ഏറെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യമായി മാറും. കാരണം ഇത്രയധികം കുടുംബങ്ങളെ വയനാട്ടിലെ ഈ ദുരന്തബാധിത മേഖലയിൽ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് താമസിപ്പിക്കുക എന്ന് പറയുന്നത് എങ്ങനെ പോയാലും വലിയൊരു വെല്ലുവിളിയാണ്. അത് പ്രായോഗികമായി എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്നൊരു വലിയ ചോദ്യമുണ്ട്. സ്വാഭാവികമായി 5 വർഷം മുമ്പ് പുത്തുമലയിൽ ദുരന്തമുണ്ടായ സ്ഥലത്തെ 52 വീടുകൾ പൂർണ്ണമായി നശിച്ചിരുന്നു. അവരെ പോലും പൂർണ്ണമായി മറ്റൊരു സ്ഥലത്തേക്ക് നല്ലൊരു സംവിധാനം ഒരുക്കി മാറ്റാൻ കഴിയാതിരുന്ന പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മഹാദുരന്തത്തിന്റെ ഇരകളെ ഏത് തരത്തിൽ അതിജീവനത്തിന്റെ പാതയിലേക്ക് ചേർത്ത് നിർത്താൻ സംസ്ഥാന സർക്കാർ എടുക്കുന്ന നിലപാടുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ ഉണ്ടാകുമെന്ന കാര്യം ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യമായി മാറുന്നതും. ശരിയാണ് ഡാൻ, സ്വാഭാവികമായും അത് തന്നെയാണ് ശരിയായ കാര്യം. കാരണം പുനരധിവാസത്തിന് വലിയ ഒരു പാക്കേജ് തന്നെ അത്യാവശ്യമാണ്. അത് മാത്രമല്ല പുനരധിവാസം വൈകാതെ തന്നെ നടപ്പിലാക്കേണ്ടിയും വരും.